ഹൈ ട്രേഡേഴ്സ്, നമുക്കിന്ന് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. നാളത്തേക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ, ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് 5th May ആണ്. അപ്പം മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നിഫ്റ്റിയിലേക്കൊന്ന് പോവാം. നിഫ്റ്റി നോക്കുന്ന സമയത്ത് ലാസ്റ്റ് 2 hours ഓർ 3 hours നല്ല രീതിയിലൊരു റാലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് 1 hour ചാർട്ടാണ്. നല്ല രീതിയിൽ റാലി ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ, കറൻ്റ്ലി നമുക്ക് US-ഇറാൻ്റെ ആ ഒരു വാർ എസ്കലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അതിലൊരു പെർട്ടിക്കുലർ ഒരു 2:22 US-ഇറാൻ ക്ലോസിങ് ദ 1 page memo to end war എന്ന് പറഞ്ഞൊരു ട്വീറ്റ് വന്നു. അപ്പം അത് ആണ് മാർക്കറ്റിനെ ഈ ഒരു രീതിയിൽ ഡ്രൈവ് ചെയ്തത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 220 ഈ റേഞ്ചിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 150 നിന്ന സാധനം ഓൾമോസ്റ്റ് 150 പോയിൻറ്റ്സ് വിത്തിൻ 5 to 10 minutes കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പം ശരിക്കും ഈ ന്യൂസാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് പെട്ടെന്നൊരു പോസിറ്റീവ് ആ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, മാർക്കറ്റ് ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. എന്നിട്ട് ചെറുതായിട്ട് റിക്കവർ ചെയ്ത് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഈ ന്യൂസ് വന്നു. പിന്നെ മാർക്കറ്റിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റിൽ ടാപ്പ് ചെയ്ത് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുകയാണ് കണ്ടത്. ഓക്കെ, അപ്പം കറൻ്റ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ പോസിറ്റീവ്നെസ് ഉണ്ട്. അപ്പം നോക്കുന്ന സമയത്ത് കറൻ്റ്ലി ഇനി നമുക്ക് വരാനുള്ള റെസിസ്റ്റൻസ് ഇതാണ്. അപ്പം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ടുഡേയ്സ് ലോ തന്നെയാണ്, ഇന്നത്തെ ലോ. 24,000 മേജറായ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലുള്ള എല്ലാ ചാൻസസും ഉണ്ട് ഈ പുതിയതായിട്ടുള്ള ഗ്ലോബൽ ടെൻഷൻസ് ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ. ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ നോക്കാറുള്ളത് ബ്രന്റ് ക്രൂഡാണ്. ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു 107 ഈ ബ്രന്റ് ക്രൂഡ് ഇന്ന് ഇപ്പം കറന്റ് ട്രേഡ് ചെയ്യുന്ന 100-ലാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള അവിടെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 220 ആ റേഞ്ചിലാണ് പെട്ടെന്നൊരു ഫോള് 106 100-ലേക്ക് ഫോള് വന്നിരിക്കുന്നത്. അപ്പം ആ ന്യൂസ് ആണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റിനെയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെയും ക്രൂഡ് ഓയിലിനും ഇവൻ സിൽവറിനും ഗോൾഡിലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നല്ലൊരു ഫ്ലക്ച്വേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റീൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നോക്കുന്ന സമയത്ത് വളരെ വീക്കായിരുന്നു. ഓക്കെ, അപ്പം വളരെ വീക്ക് രീതിയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കറൻ്റ്ലി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് ഓക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ബട്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ വീക്കല്ല, ഇത് നല്ലൊരു റിജക്ഷനോട് കൂടിയുള്ള ഒരു ഹാമർ ക്യാൻഡിൽ രീതിയിലുള്ള ഒരു ഫോർമേഷനാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുണ്ട് നിഫ്റ്റിനേക്കാളും. ഓൾമോസ്റ്റ് ഒരു 1 o'clock കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒറ്റ ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റിൽ ഫോം ചെയ്തിട്ടുള്ളൂ. അത്രയും പോസിറ്റീവ്നെസ് ആയിരുന്നു 1 o'clock കഴിഞ്ഞ് അപ് ടു 3:30 മാർക്കറ്റ് എൻഡ് ചെയ്യുന്നവരെ. ഓക്കെ, ഓൾമോസ്റ്റ് റാലി ചെയ്തത് ഇന്ന് ഡേയ്സ് ലോ ഇന്ന് 24,500 600 ഇന്ന് ഓൾമോസ്റ്റ് ഒരു 500 പോയിൻറ്റ്സ് 1,500 പോയിൻറ്റ്സ് മാർക്കറ്റ് റാലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു പോസിറ്റീവ്നെസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ അപ്ഡേറ്റ്സ്. അപ്പം ഇതിൻ്റെ നമുക്കൊന്ന് റെസിസ്റ്റൻസ് ലെവൽസ് ഒന്ന് നോക്കി നോക്കാം. കറൻറ്റ് ഉള്ളത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്, പക്ഷേ നാളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. കറൻ്റ്ലി ഇതായിരിക്കും കറൻ്റിലുള്ള റെസിസ്റ്റൻസ് ലെവൽ. അപ്പം
പ്രീവിയസ്ലി പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഇന്നത്തെ ഡേയ്സ് ലോ തന്നെ. ഓക്കെ, അപ്പം ഇതായിരിക്കും മാർക്കറ്റ് മേലോട്ട് പോകാനാണ്. ഇപ്പം ഒരു ബയാസ് കാണുന്നത് ബുള്ളിഷ് ബയാസ് ആണ് കാണുന്നത്. ന്യൂട്രൽ ബയാസിന് മാറി. ന്യൂട്രൽ ബയാസ് ആയിരുന്നു ഇന്നലെ ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിരുന്നത്. ബട്ട് ഓൾമോസ്റ്റ് ഞാൻ ന്യൂസ് കാരണം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ബയാസിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.